BMC പ്രസൻസ് ഗ്ലോറിയ 2025 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുറത്തെ തണുപ്പിൽ ലോകം മരവിക്കുമ്പോൾ ഉള്ളിൽ നാം ക്രിസ്മസ് വിളക്കുകൾ തെളിയിക്കുന്നു. അതെത്ര ഇരുട്ടിലും പ്രത്യാശയുടെ ഒരു നക്ഷത്രം നമ്മെ നയിക്കാനുണ്ടെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞ വർഷത്തെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഉള്ളിൽ നന്മയുടെയും പുതിയ തുടക്കങ്ങളുടെയും ഈശോയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്ന് നമുക്ക് സന്ദേശം നൽകാനായിട്ട് എത്തുന്നത് ബഹ്റിൻ മലയാളി കാത്തോലിക് കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്റർ ശ്രീ സുനി ജോൺ ഇരാറ്റുപുഴയാണ്. അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ സന്ദേശം നൽകാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഓതിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കാലം വരവായി. ആദത്തിൻ്റെ പാപം മൂലം പറുദീസ നഷ്ടപ്പെട്ട മാനവരാശിക്ക് രക്ഷയുടെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രൻ്റെ ജനന തിരുനാൾ നമ്മൾക്കേവർക്കും സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണ്. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സുകളിൽ ശിശു സഹജമായ ഒരു ആനന്ദവും നിറയാറുണ്ട്. വർണ്ണപ്പൊലിമയുള്ള തെരുവീതികളും മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികളും നമ്മൾക്കേവർക്കും കുളിർമ നൽകുന്ന കാഴ്ചയാണ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാളുകളാണ്. സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിന് പകർന്നുകൊണ്ട് ഉണ്ണിയായി അവതരിച്ച യേശുനാഥൻ്റെ പാതകൾ പിന്തുടർന്ന് നമ്മൾക്ക് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വക്താക്കളാകാം. മനുഷ്യരാശി മുഴുവൻ സ്വാർത്ഥതയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവർക്കൊരു താങ്ങാകുവാനും ഈ ക്രിസ്മസ് നമ്മെ പ്രചോദിപ്പിക്കട്ടെ. കമ്പോളവൽക്കരണത്തിൻ്റെയും കുത്തക മുതലാളിത്തത്തിൻ്റെയും ഇടയിൽ വീർപ്പുമുട്ടുന്ന ഈ ലോകത്ത് ക്രിസ്മസ് കേവലം ഒരു ബിസിനസ്സായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആർഭാടങ്ങൾ കാണിക്കുന്നതിനുള്ള ഒരവസരമായി മാത്രം നമ്മൾ ക്രിസ്മസിനെ മാറ്റരുത്. മറിച്ച് അത് സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സന്ദർഭമാകണം. ഈ അവസരത്തിൽ നമ്മുടെ ബാല്യകാലത്തിൽ കേട്ട് പരിചയിച്ച ഒരു കൊച്ചു കഥ മനസ്സിൽ ഓർമ്മ വരികയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. പ്രശസ്ത എഴുത്തുകാരനായ ഒ ഹെൻറി എഴുതിയ ദ ഗിഫ്റ്റ് ഓഫ് ദ മാജി, യുവദമ്പതികളായ ജിമ്മിൻ്റെയും ഡെല്ലയുടെയും കഥ. പരസ്പരം അതിയായി സ്നേഹമുള്ളവർ, പക്ഷേ വളരെ ദാരിദ്ര്യമാണെന്ന് മാത്രം. ക്രിസ്മസ് അടുത്തു വരികയാണ്. ഇരുവരും മറ്റൊരാളിന് പ്രത്യേകമായ ഒരു സമ്മാനം കൊടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം, അവരുടെ കയ്യിൽ പൈസയില്ല. ഡെല്ലയ്ക്കുണ്ടായിരുന്ന ഏക സമ്പത്ത് അവളുടെ നീളമുള്ള മനോഹരമായ മുടിയായിരുന്നു. ജിമ്മിൻ്റേതാകട്ടെ അവൻ്റെ അച്ഛനിൽ നിന്നും അവന് കിട്ടിയ വിലപ്പെട്ട ഒരു പോക്കറ്റ് വാച്ച്. തൻ്റെ പ്രിയതമന് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം കൊടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ ഡെല്ല തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ മനോഹരമായ നീണ്ട മുടി മുറിച്ച് വിറ്റു. ആ കാശുകൊണ്ട് ജിമ്മിൻ്റെ വാച്ചിന് യോജിക്കുന്ന ഒരു ചെയിൻ അവൾ വാങ്ങി. അത് മനോഹരമായി പൊതിഞ്ഞ് അവൾ തൻ്റെ പ്രിയതമനായി കാത്തിരുന്നു. അന്ന് വൈകുന്നേരം ജിമ്മ് വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വന്നത്. അവൻ്റെ കയ്യിൽ ഒരു സമ്മാനപ്പൊതി ഉണ്ടായിരുന്നു. ഡെല്ല ആകാംക്ഷയോടെ ആ സമ്മാനപ്പൊതി തുറന്നു നോക്കി. താൻ ഏറെ നാളായി വാങ്ങാൻ കുതിച്ചിരുന്ന മനോഹരമായ ഒരു ഹെയർ ബ്രഷായിരുന്നു ജിമ്മിൻ്റെ സമ്മാനം. പക്ഷേ ഇനി അവൾക്ക് അവ ഉപയോഗിക്കാനാകില്ല. അപ്പോൾ ഡെല്ല ജിമ്മിനുള്ള സമ്മാനം കൊടുത്തു. ജിം അത് കണ്ടപ്പോൾ ശാന്തനായി പറഞ്ഞു, ഡെല്ല, ഞാൻ എൻ്റെ വാച്ച് വിറ്റിട്ടാണ് നിനക്കായി ഈ ഹെയർ ബ്രഷ് വാങ്ങിയത്. ആ ചെറിയ വീട്ടിൽ അവരുടെ സമ്മാനങ്ങൾക്ക് ഇനി ഒരു ഉപയോഗവുമില്ല. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒ ഹെൻറി കഥയുടെ അവസാനം പറയുന്നു, ഇവർ ആയിരുന്നു യഥാർത്ഥ മാജി, ഏറ്റവും ജ്ഞാനികളായവർ. കാരണം യഥാർത്ഥ സമ്മാനം പണത്തിലല്ല, സ്നേഹത്തിൽ, ത്യാഗത്തിൽ മറ്റൊരാളെ മുൻപിൽ വയ്ക്കുവാൻ തയ്യാറാകുന്നതിലാണ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസ് കാലം ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സമ്മാനങ്ങളുടെ വലിപ്പമോ ആഘോഷങ്ങളുടെ തിളക്കമോ അല്ല പ്രധാനം. നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും കൊണ്ടുവരുന്നതാണ് പ്രധാനം. ഈ ക്രിസ്തുമസിൽ നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാക്കാം. നമ്മുടെ ചുറ്റും സ്നേഹം, അംഗീകാരം, ആശ്വാസം തുടങ്ങിയവ ആഗ്രഹിക്കുന്നവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അങ്ങനെ നമ്മളും ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശവാഹകരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഉണ്ണീശോയുടെ ജനന തിരുനാളിനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഏവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നല്ല ഒരു പുതുവർഷം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വളരെ മനോഹരമായ ഒരു സന്ദേശം നമുക്കായി നൽകിയ ശ്രീ സുനി ജോൺ ഈരാറ്റുപുഴയ്ക്ക് ബഹറി മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് വിളിക്കാൻ.